തൃശ്ശൂരിൽ ഒരു സമർപ്പണ രാമായണ ഫെസ്റ്റിവൽ നടന്നു. പ്രശസ്ത ഗായിക KS ചിത്രയ്ക്ക് അവിടെ വെച്ച് വാത്മീകി പുരസ്കാരം സമർപ്പിച്ചു. തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിലെ ചടങ്ങിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയാണ് പുരസ്കാരം സമർപ്പിച്ചത്. രാവിലെ മുതൽ ആരംഭിച്ച രാമായണ ഫെസ്റ്റിവലിൽ ഒട്ടേറെ കലാപരിപാടികളും നടന്നു. നിരവധി പേർ പങ്കെടുത്ത രാമായണ ഫെസ്റ്റിൽ കുട്ടികളുടെ രാമായണ പാരായണ മത്സരം, പ്രശ്നോത്തരി മത്സരം, തിരുവാതിര കളി, നൃത്താവിഷ്കാരം തുടങ്ങിയവയും ദിവ്യാംഗരായ കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. സാമൂഹ്യ സമരസതയുടെ പ്രതീകാത്മക ഭാവനയായ ശബരി സൽക്കാരത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. ശബരിയുടെ പ്രതീകമായി വനവാസി ഊരിലെ കാർത്യാനിയമ്മയെ ആദരിച്ചു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. രാമായണം ഏഷ്യയിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത്, ചൈന ഉൾപ്പെടെ, ജപ്പാൻ ഉൾപ്പെടെ, ശ്രീലങ്ക ഉൾപ്പെടെ, തായ്ലാൻഡ് ഉൾപ്പെടെ രാമായണം, അവരുടേതായ രാമായണമില്ലാത്ത ഒരു നാട് പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവില്ല. ആ രാമായണത്തിൽ വ്യത്യസ്തതയുണ്ടാകാം, ആത്മീയ സങ്കല്പങ്ങളെപ്പറ്റി വ്യത്യസ്തതയുണ്ടാകാം. ഇന്തോനേഷ്യയാണ് ലോകത്ത് രാമായണമേള നടത്തുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ലോകത്തിലെ ഒരേ ഒരു രാജ്യമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ ആളുകൾ 91% ഏകദൈവ വിശ്വാസികളാണ്. 91% പോപ്പുലേഷൻ പരമകാരുണികനായ ദൈവമായി അള്ളാഹുവിനെ സ്വീകരിക്കുന്നു, മറ്റത് സ്വീകരിക്കില്ല. പക്ഷേ അവരുടെ ഓരോ നിമിഷങ്ങളിലും ജീവിതക്രമങ്ങളിലും ഇതാ അവിടുത്തെ എയർ ഇന്ത്യക്ക് പകരം ഇന്നും ഗരുഡ എയർലൈൻസാണ്. തുടർന്ന് പ്രശസ്ത ഗായിക KS ചിത്രയ്ക്ക് വാത്മീകി പുരസ്കാരം സമർപ്പിച്ചു. ചിത്ര ചേച്ചിക്ക് വാത്മീകി പുരസ്കാരം സമ്മാനിക്കുകയാണ്. പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഒരു പക്ഷിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശിബി ചക്രവർത്തി സ്വന്തം മാംസം ദാനം ചെയ്യാൻ തയ്യാറായി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ അതെല്ലാം കഥയായി നിലനിൽക്കാതെ അതെല്ലാവരിലും പകരട്ടെ എന്നുള്ളൊരു നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം. ഒരുപാട് ചാരിറ്റി സമർപ്പണം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസം, പാവപ്പെട്ടവരുടെ ജീവിത സൗകര്യം, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം അവരൊരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഏതായാലും വാത്മീകി പുരസ്കാരത്തിനായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിന് ആദ്യം തന്നെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കർണാടിക് സംഗീതജ്ഞ ഡോക്ടർ NJ നന്ദിനിക്ക് രാമസംഗീതശ്രീ പുരസ്കാരവും സംഗീത സംവിധായകൻ ഔസേപ്പച്ചന് രാമായണ പുരസ്കാരവും നൽകി. ബഹുമാനപ്പെട്ട ഗവർണർ സമ്മാനിക്കുന്നു. രാമായണ പുരസ്കാരം ഔസേപ്പച്ചൻ മാഷിന് ബഹുമാനപ്പെട്ട ഗവർണർ സമ്മാനിക്കുന്നു. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ, വിദ്യാധരൻ മാസ്റ്റർ, കല്യാൺ സിൽക്സ് MD TS പട്ടാഭിരാമൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, തിരൂർ രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തൃശൂർ.